7-8 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് കിട്ടിയ ഒരു ടെലഗ്രാമിനെ കുറിച്ച് ഞാൻ പ്രത്യേകമായി ഓർമ്മിക്കുന്നു. അതിന്റെ ഉള്ളടക്കം ഇങ്ങനെയായിരുന്നു: ദയവായി എന്നെ കാത്തിരിക്കുക. അതിഭയങ്കരമായ ദൗർഭാഗ്യം, റൈറ്റ് വിങ്ങിലെ 3/4 കാണാനില്ല. നാളേക്ക് ഒഴിച്ചുവിടാൻ പാടില്ലാത്തതാണ് അയാളുടെ സാന്നിധ്യം എന്ന് ഓവർടൺ. സ്ട്രാൻഡ് പോസ്റ്റ് ഓഫീസിൻ്റെതാണ് മുദ്ര. 10:36 അയച്ചിരിക്കുന്നു. ആവർത്തിച്ചത് വായിച്ചുകൊണ്ട് ഹോംസ് പറഞ്ഞു. ഇത് വായിച്ചാൽ വ്യക്തമായി മനസ്സിലാകാത്ത അവസ്ഥയാണ്. സാരമില്ല. ഞാൻ ഇന്നത്തെ ടൈംസ് പത്രം മറിച്ചു നോക്കുമ്പോഴേക്കും അയാൾ ഇങ്ങെത്തും. അപ്പോൾ നമുക്ക് എല്ലാം അറിയാവും. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ടെലഗ്രാമിന്റെ ഉടമ വന്നെത്തി. മിസസ് സിറിൽ ഓവർടൺ. ട്രിനിറ്റി കോളേജ് ക്രോംബ്രിഡ്ജ് എന്ന വിസിറ്റിംഗ് കാർഡ് ഞങ്ങളുടെ സന്ദർശകന്റെ വരവ് വിളിച്ചറിയിച്ചു. അസാമാന്യ വലിപ്പമുള്ള ഒരു ചെറുപ്പക്കാരൻ, നല്ല തടിയും തൂക്കവുമുള്ള ആരോഗ്യ ദൃഢഗാത്രൻ. വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് അയാൾ സംസാരിച്ചു തുടങ്ങി. മിസ്റ്റർ ഹോംസ്, ഞാൻ സ്കോട്ട്ലൻഡ് യാർഡ് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയിരുന്നു. ഇൻസ്പെക്ടർ സ്റ്റാൻലി ഹോപ്കിൻസിന്റെ അഭിപ്രായത്തിൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നതിൽ കൂടുതൽ താങ്കൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ്. ദയവായിരിക്കുക, എന്നിട്ട് സംഭവം വിശദമായി പറയുക. സംഗതി ഭയങ്കരമാണ് മിസ്റ്റർ ഹോംസ്. ഗോഡ്ഫ്രി സ്റ്റാൻഡൺ എന്ന കളിക്കാരനെ കുറിച്ച് താങ്കൾ കേട്ടിരിക്കും. റഗ്ബി കളിയിൽ ഇയാൾ 3/4 ലൈനിൽ ഉണ്ടെങ്കിൽ ടീമിൽ 2 പേരില്ലെങ്കിലും എനിക്ക് ബുദ്ധിമുട്ടില്ല. ബോൾ പാസ് ചെയ്യുന്നതിലോ എതിരാളി നേരിടുന്നതിലോ വെട്ടിച്ച് പന്തുമായി മുന്നേറുന്നതിലോ ഒന്നും ആരും അയാളോട് അടുത്തെത്തില്ല. ടീമിനെ മുഴുവനായി സംഘടിപ്പിക്കാനും അയാൾക്ക് കഴിയും. മിസ്റ്റർ ഹോംസ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റിസർവിലുള്ള കളിക്കാരൊന്നും അയാൾക്ക് പകരമാവില്ല. അയാളില്ലാതെ ഒരു രക്ഷയുമില്ല. ഗോഡ്ഫ്രി സ്റ്റാൻഡൺ താങ്കൾ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ തുലങ്ങിയതു തന്നെ. കൗതുകത്തോടും ആശ്ചര്യത്തോടും കൂടി എന്റെ സുഹൃത്ത് ഈ നീണ്ട പ്രസംഗം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് പറഞ്ഞു, ഗോഡ്ഫ്രി സ്റ്റാൻഡൺ എന്ന പേരെനിക്ക് പുതിയതാണ്. ഞങ്ങളുടെ സന്ദർശകൻ അന്താളിക്കുന്നതായി കണ്ടു. ഗോഡ്ഫ്രിയെ കുറിച്ച് കേൾക്കാത്ത ഒരു ജീവി പോലും ഇംഗ്ലണ്ടിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ 1-ാം നമ്പർ കളിക്കാരൻ, 3/4 സ്ഥാനത്ത് കളിക്കുന്ന പ്രഗത്ഭൻ, 5 പ്രാവശ്യം അന്തർദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്തയാൾ. കർത്താവേ, താങ്കൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ആ ചെറുപ്പക്കാരന്റെ ആശ്ചര്യഭാവം കണ്ട് ഹോംസ് ചിരിച്ചു. താങ്കൾ ദയവായി എന്താണ് സംഭവിച്ചതെന്നും ഞാൻ എങ്ങനെയാണ് സഹായിക്കേണ്ടതെന്നും പറഞ്ഞുതരിക. എനിക്ക് പറയാനുള്ള വിചിത്രമായ കഥ താഴെ പറയും പ്രകാരമാണ്. മിസ്റ്റർ ഹോംസ്, കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ റഗ്ബി ടീമിന്റെ ക്യാപ്റ്റനാണ് ഞാൻ. ഗോഡ്ഫ്രി സ്റ്റാൻഡൺ എന്റെ ടീമിലെ ഏറ്റവും പ്രഗത്ഭനായ കളിക്കാരനും. നാളെ ഞങ്ങളും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമായി കളി നടക്കുകയാണ്. ബെൻലീസ് ഹോട്ടലിൽ ഇന്നലെ തന്നെ ഞങ്ങളെല്ലാം താവളം അടിച്ചു കഴിഞ്ഞു. കളിക്കാർക്ക് ധാരാളം വിശ്രമവും ഉറക്കവും ആവശ്യമാണ്. എല്ലാവരും ഉറങ്ങാൻ കിടന്നു എന്നറിയാനായി ഇന്നലെ രാത്രി 10 മണിയോടുകൂടി ഞാൻ മുറികളിൽ ചുറ്റികിടന്ന് പരിശോധിക്കുകയുണ്ടായിരുന്നു. ഉറങ്ങുന്നതിന് മുമ്പായി ഗോഡ്ഫ്രിയോട് എനിക്ക് കളിയെക്കുറിച്ച് ചിലത് സംസാരിക്കാനുണ്ടായിരുന്നു. ഞാൻ അയാളെ കണ്ടപ്പോൾ അയാൾ വിഷണ്ണനായും വിളറിയിരിക്കുന്നതായും തോന്നി. എന്താണ് കാര്യമെന്ന് ഞാൻ ചോദിച്ചു. ചെറിയൊരു തലവേദനയുണ്ടെന്നും അത് സാരമില്ലെന്നും അയാൾ പറഞ്ഞു. ഗുഡ് നൈറ്റ് പറഞ്ഞ് ഞാൻ പിരിഞ്ഞു. അരമണിക്കൂറിന് ശേഷം കാവൽക്കാരൻ എന്നെ കണ്ട് ഗോഡ്ഫ്രിയെ അന്വേഷിച്ച് താടിക്കാരനായ ഒരു വന്നിരുന്നതായി അറിയിച്ചു. വന്നയാളുടെ കൈവശം ഗോഡ്ഫ്രിക്കുള്ള ഒരു കുറിപ്പുമുണ്ടായിരുന്നു. കത്ത് വായിച്ചതും ഗോഡ്ഫ്രി തലക്കടിയേറ്റ പോലെ കസേറിലേക്ക് വീണു. പിന്നെ എണീറ്റ് ധൃതിയിൽ താഴേക്ക് വന്നു. താഴെ കാത്തു നിന്നിരുന്ന മുട്ടാളനായ മനുഷ്യനോടൊപ്പം ധൃതിയിൽ പുറത്തേക്ക് പോയി. കാവൽക്കാരൻ നോക്കുമ്പോൾ അവർ ഇരുവരും കൂടി സ്ട്രാൻഡിന്റെ ഭാഗത്തേക്ക് ഓടുന്നതാണ് കണ്ടത്. ഇന്ന് പ്രഭാതത്തിൽ ഗോഡ്ഫ്രിയുടെ മുറിയിൽ അയാളെ കണ്ടിട്ടില്ല. കിടക്കയിൽ കിടന്ന ലക്ഷണങ്ങളുമില്ല. യാതൊരു മുന്നറിയിപ്പും കൂടാതെയാണ് ഈ അപരിചിതനുമായി അയാൾ പോയി കളഞ്ഞത്. അയാൾ നല്ലൊരു സ്പോർട്സ്മാനാണ്. അയാളുടെ നിയന്ത്രണത്തിനും അതീതമായ ചില കാരണങ്ങൾ കൊണ്ടല്ലെങ്കിൽ അയാൾ കളി ഉപേക്ഷിക്കുകയോ ക്യാപ്റ്റനെ അവതാളത്തിലാക്കുകയോ ചെയ്യില്ല. ഇല്ല, അയാൾ എന്നേക്കുമായി അപ്രത്യക്ഷനായി എന്നെനിക്ക് തോന്നുന്നു. അയാൾ പറഞ്ഞ വസ്തുതകൾ ഹോംസ് അതീവ ശ്രദ്ധയോടെ കേട്ടിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഹോംസ് ചോദിച്ചു. ഞാൻ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് ഫോൺ ചെയ്ത് ചോദിച്ചു. ആരും അയാളെ കണ്ടിട്ടില്ല എന്നാണ് കിട്ടിയ മറുപടി. റെയിൽവേ സ്റ്റേഷനിലും ആരും അയാളെ കണ്ടിട്ടില്ല. ആട്ടെ, പിന്നീട് നിങ്ങൾ എന്ത് ചെയ്തു?
മൗണ്ട് ജെയിംസ് പ്രഭുവിന് കമ്പിയടിച്ചു. എന്തിന് പ്രഭുവിന് കമ്പിയടിച്ചു? ഗോഡ്ഫ്രീ പ്രഭുവിന്റെ അടുത്ത ബന്ധുവാണ്. ഗോഡ്ഫ്രീയാണ് പ്രഭുവിന്റെ സ്വത്തുക്കളുടെ ഏക അവകാശി. പ്രഭുവിന് 80 വയസ്സിനടുത്ത് പ്രായമുണ്ട്. വാതരോഗവുമാണ് അയാൾക്കുള്ളത്. അങ്ങേയറ്റത്തെ പിശുക്കനുമാണ്. അയാളുടെ മരണശേഷം സ്വത്ത് മുഴുവൻ ഗോഡ്ഫ്രീക്കുള്ളതാണ്. ആട്ടെ, പ്രഭുവിൽ നിന്നും എന്തെങ്കിലും മറുപടി കിട്ടിയോ? ഇല്ല. ശരി ശരി, എനിക്കിന്ന് പ്രത്യേകിച്ച് മറ്റു ജോലികളൊന്നുമില്ല. ഞാനിതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാം, ഹോംസ് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ സംഗതിയെക്കുറിച്ച് വെളിയിൽ അധികം സംസാരിക്കാതെ കളിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊള്ളുവാനും ഞാൻ ശുപാർശ ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നിങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോകാം. കാവൽക്കാരന് എന്തെങ്കിലും പുതിയ വിവരം പറയാനുണ്ടോ എന്ന് നോക്കാം. കാവൽക്കാരിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഹോംസ് ചോർത്തിയെടുത്തു. കാവൽക്കാരിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ ഏതാണ്ട് ഇപ്രകാരമാണ്. കഴിഞ്ഞ രാത്രിയിലെ സന്ദർശകൻ ഒരു മാന്യനായിരുന്നില്ല. അയാൾ കാഴ്ചയ്ക്ക് ഇടത്തരം ശരീരപ്രകൃതി ഉള്ളവനായിരുന്നു. 50 വയസ്സ് പ്രായം വരും. താടിക്കാരൻ, വിളറിയ മുഖമാണ്, മിതമായ വസ്ത്രധാരണം. പരിഭ്രാന്തനും വികാരാധീനനുമായി കാണപ്പെട്ടു. സന്ദർശകനുമായി ഗോഡ്ഫ്രീ ഹസ്തദാനം നടത്തിയില്ല. അവർ തമ്മിൽ വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചുള്ളൂ. എന്നിട്ട് മുമ്പ് പറഞ്ഞ രീതിയിൽ ഇരുവരും കൂടി തിരക്കിട്ട് പുറത്തേക്ക് പോയി. ശരി, ഞാൻ ചോദിക്കട്ടെ, ഇന്നലെ പകൽ മുഴുവൻ നിങ്ങൾ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നല്ലോ. മിസ്റ്റർ ഗോഡ്ഫ്രീക്ക് പകൽ എന്തെങ്കിലും സന്ദേശം വരികയുണ്ടായോ? ഓ സാർ, ഒരു ടെലഗ്രാം. ആ, അത് രസകരമായിരിക്കുന്നു. ഏത് സമയത്തായിരുന്നു അത്? ഏകദേശം 6 മണിക്ക്. ഇത് വന്നപ്പോൾ മിസ്റ്റർ ഗോഡ്ഫ്രീ എവിടെയായിരുന്നു? ഇവിടെ അദ്ദേഹത്തിന്റെ മുറിയിലുണ്ടായിരുന്നു. അയാൾ ടെലഗ്രാം പൊട്ടിക്കുമ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നോ? ഓ സാർ, മറുപടി ടെലഗ്രാം കൊടുക്കാനുണ്ടോ എന്നറിയാനായി ഞാൻ അവിടെ കാത്തു നിന്നു. അപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിലാണ് അയാൾ മറുപടി എഴുതിയത്? ഓവ്, ഞാൻ വാതിലിനടുത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം എനിക്ക് പുറംതിരിഞ്ഞ് മേശയ്ക്കരികിലും. എന്തുകൊണ്ടാണ് അയാൾ എഴുതിയത്? പേന ഉപയോഗിച്ച്. ഈ മേശപ്പുറത്ത് കിടക്കുന്ന ടെലഗ്രാം ഫോമുകളിൽ ഒന്നിലാണോ എഴുതിയത്? അതെ സാർ, ഏറ്റവും മുകളിൽ ഇരുന്ന ഒരു ടെലഗ്രാം ഫോറത്തിലായിരുന്നു. ഹോംസ് ഇരുന്നിടത്തു നിന്നും എണീറ്റ് മേശപ്പുറത്ത് കിടന്നിരുന്ന ടെലഗ്രാം ഫോറങ്ങൾ എടുത്ത് ജനാലയ്ക്കരികിലേക്ക് നടന്നു ചെന്ന് മുകളിലായിരുന്ന ഫോറങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു. അങ്ങനെയെങ്കിൽ അയാളുടെ ഒപ്പുകടലാസിൽ ചില അടയാളങ്ങൾ പതിഞ്ഞിട്ടുണ്ടാവണം. അതിൽ യാതൊരു സംശയമില്ല. ആ, ഇത് തന്നെ. ഒരു കടലാസിൽ നിന്ന് ഒരു ഭാഗം കീറിയെടുത്ത് പ്രകാശത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പിടിച്ചു. ഞങ്ങൾ താഴെ പറയുന്ന പ്രകാരം വായിച്ചു. സ്റ്റാൻഡ് ബൈ അസ് ഫോർ ഗോഡ്സ് സേക്ക്. ദൈവത്തെ ഓർത്ത് ഞങ്ങൾക്കൊപ്പം നിൽക്കുക. ഗോഡ്ഫ്രീ അപ്രത്യക്ഷനാവുന്നതിനെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ അയച്ച കമ്പി സന്ദേശത്തിന്റെ അവസാന ഭാഗമാണിത്. ഇതിനു പുറമെ കുറഞ്ഞത് 6 വാക്കുകളെങ്കിലും കൂടി ഈ സന്ദേശത്തിലുണ്ടാവണം. ദൈവത്തെ ഓർത്ത് ഞങ്ങളോടൊപ്പം നിൽക്കുക എന്ന സന്ദേശ ഭാഗത്തു നിന്നും ഗോഡ്ഫ്രീയെ സമീപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭീകരനായ അപകടത്തെ അയാൾ കാണുന്നുണ്ടെന്നും അതിൽ നിന്നും മറ്റാർക്കും അയാളെ രക്ഷിക്കാൻ കഴിയുമെന്നും തെളിയിക്കുന്നു. ഞങ്ങളെന്ന പരാമർശം ഗോഡ്ഫ്രീക്ക് പുറമെ മറ്റൊരാൾ കൂടി അപകടത്തെ അഭിമുഖീകരിക്കാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. അപകടത്തെ തരണം ചെയ്യാനായി ഗോഡ്ഫ്രീ സഹായം അഭ്യർത്ഥിക്കുന്ന ഈ മൂന്നാമനാരാണ്? നമ്മുടെ അന്വേഷണം ഈ ദിശയിലേക്കാകട്ടെ, ഹോംസ് പറഞ്ഞു. ടെലഗ്രാം ആർക്കാണ് അയച്ചിരിക്കുന്നതെന്ന് അഡ്രസ്സിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സംഗതി വളരെ തിളങ്ങി. ഞാൻ നിർദ്ദേശിച്ചു. വളരെ ശരിയാണ് വാട്സൺ. താങ്കൾ ചിന്തിച്ച കാര്യം എന്റെ മനസ്സിലൂടെയും കടന്നു പോവുകയുണ്ടായി. എന്നാൽ അതിനു മുമ്പായി ഈ മേശപ്പുറത്ത് കിടക്കുന്ന കടലാസുകൾ പരിശോധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മേശപ്പുറത്ത് നിരവധി കത്തുകൾ, ബില്ലുകൾ, നോട്ട്ബുക്കുകൾ തുടങ്ങിയവ ഉണ്ടായിരുന്നു. മിസ്റ്റർ ഓവർട്ടന്റെ അനുവാദത്തോടെ ഹോംസ് ഓരോന്നും വേഗം സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു. ഇതിൽ വിശേഷിച്ച ഒന്നുമില്ല. ഹോംസ് പരിശോധന അവസാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇടയ്ക്കൊന്ന് ചോദിക്കട്ടെ, താങ്കളുടെ സുഹൃത്ത് ആരോഗ്യവാനായിരുന്നു എന്ന് ഞാൻ കരുതട്ടെ? തികച്ചും ആരോഗ്യവാനായിരുന്നു. ഒരുപക്ഷെ നിങ്ങൾ കരുതുന്ന പോലെ അയാൾ ആരോഗ്യവാനും ബലവാനും ആയിരുന്നിരിക്കില്ല, ഹോംസ് പറഞ്ഞു. എന്തെങ്കിലും രഹസ്യരോഗം അയാൾക്കുണ്ടായിരുന്നിരിക്കാം. താങ്കളുടെ അനുവാദത്തോടെ ഈ കടലാസുകളിൽ 1-2 ഞാൻ എടുക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ ഇനിയുള്ള അന്വേഷണങ്ങളിൽ ഇത് സഹായിച്ചെങ്കിലോ? നിൽക്കണേ, ഒരു നിമിഷം നിൽക്കണേ. ഒരു പരുക്കൻ ശബ്ദം കേട്ടുകൊണ്ട് ഞങ്ങൾ എല്ലാവരും തിരികെ നോക്കി. പൊക്കം കുറഞ്ഞ
ഒരു വയസ്സൻ വാതിൽക്കലേക്ക് വരുന്നതാണ് ഞങ്ങൾ കണ്ടത്. നരച്ച കറുത്ത തുണി കൊണ്ടുള്ള വസ്ത്രങ്ങളായിരുന്നതിനാൽ അയാളെ വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. അടുത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. വളരെ വലിയൊരു തൊപ്പിയും അയങ്ങി പാകമല്ലാത്ത അടുത്ത ടൈയും ധരിച്ചിരുന്നു. സർ, നിങ്ങളാരാണ്? ഈ കടലാസുകൾ തൊടാൻ നിങ്ങൾക്കുള്ള അധികാരം എന്താണ്? അയാൾ ഹോംസിനോട് ചോദിച്ചു. ഞാനൊരു സ്വകാര്യ ഡിറ്റക്റ്റീവാണ്. ഈ ചെറുപ്പക്കാരന്റെ തിരോധാനത്തിന് ഒരു വിശദീകരണം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഞാൻ. ഹോംസ് പറഞ്ഞു. ആ, ആണല്ലേ, ആട്ടെ. ആരാണ് നിങ്ങളെ ഇതേൽപ്പിച്ചത്? ഗോഡ്ഫ്രിയുടെ സുഹൃത്ത് ഈ നിൽക്കുന്ന മാന്യനാണ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചത്. സ്കോട്ട്ലൻഡ് യാർഡ് പോലീസാണ് എന്നെ ഇദ്ദേഹത്തിന് പരിചയപ്പെടുത്തിയത്. കേസ് കൊടുത്തതിന് സിറിൽ ഓവർട്ടണിനെയും കേസ് ഏറ്റെടുത്തതിന് ഹോംസിനെയും പ്രഭു കുറ്റപ്പെടുത്തി. കേസിന്റെ ആവശ്യത്തിന് താൻ ഒരു ചില്ലിക്കാശും ചെലവഴിക്കില്ലെന്നും പ്രഖ്യാപിച്ചു. അപ്പോഴാണ് ഹോംസ് പ്രഭുവിനെ ആദ്യ കയറുന്ന ഒരു പ്രസ്താവന നടത്തിയത്. അയാളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയിട്ടുള്ളതാണെങ്കിൽ അത് അയാളുടെ കൈവശമുള്ള ഒന്നും മോഹിച്ചായിരിക്കില്ല. മൗണ്ട് ജെയിംസ് പ്രഭുവിന്റെ സ്വത്തിനെ കുറിച്ചുള്ള ഖ്യാതി കടലും കടന്ന് അന്യനാടുകളിൽ എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ വീട്, അതിന്റെ ചുറ്റുപാടുകൾ, നിങ്ങളുടെ സ്വഭാവ രീതികൾ, നിങ്ങളുടെ സ്വത്ത് എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അയാളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കൊള്ളക്കാരുടെ ഒരു സംഘം നിങ്ങളുടെ മരുമകനെ തട്ടിക്കൊണ്ടു പോകാൻ വലിയ സാധ്യതയുണ്ട്. ഇത് കേട്ട് ഞങ്ങളുടെ സന്ദർശകന്റെ മുഖം അയാളുടെ ടൈ പോലെ വെളുത്തു വിളറി. ദൈവമേ, എത്ര ഭീകരമായ ആശയം! ഇത്തരത്തിൽ ഞാൻ ചിന്തിച്ചേയില്ല. പക്ഷേ ഗോഡ്ഫ്രി വളരെ നല്ലവനാണ്. അവൻ അവന്റെ പാപം അമ്മാവന് ഒറ്റിക്കൊടുക്കുകയില്ല. ഞാൻ എൻ്റെ കൈവശമുള്ള സ്വത്ത് മുഴുവൻ ഇന്നു തന്നെ ബാങ്കിലേക്ക് മാറ്റിയേക്കാം. അതോടൊപ്പം മിസ്റ്റർ ഡിറ്റക്റ്റീവ്, ശ്രമം ഉപേക്ഷിക്കരുത്. ഗോഡ്ഫ്രിയെ കണ്ടെത്തുവാനായി അങ്ങേയറ്റം പ്രയത്നിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. പണത്തിന്റെ കാര്യമാണെങ്കിൽ ഒരു 5 അഥവാ 10 ആവശ്യമെങ്കിൽ എന്നെ സമീപിക്കാൻ മടിക്കണ്ട. പശ്ചാത്താപവശമായ മനസ്സായിരുന്നെങ്കിലും ആ പിശുക്കിൽ നിന്നും ഞങ്ങൾക്ക് സഹായകരമായ കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചില്ല. അതിനാൽ അയാളെ ഒഴിവാക്കി വിട്ട് ഞങ്ങൾ അന്വേഷണം മറ്റു ദിശകളിലേക്ക് തിരിച്ചുവിട്ടു. ഞങ്ങളുടെ മുമ്പാകെ അവശേഷിക്കുന്ന ഏക സൂചന ടെലഗ്രാമിന്റെ അപൂർണ വാചകം മാത്രമായിരുന്നു. നഷ്ടപ്പെട്ട കണ്ണി കൂട്ടിച്ചേർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ടെലഗ്രാം അപൂർണ വാചകത്തിന്റെ പകർപ്പെടുത്ത് ഇറങ്ങിത്തിരിക്കാൻ ഹോംസ് തയ്യാറെടുത്തു. ഹോട്ടലിനടുത്ത് ഒരു ടെലഗ്രാം ഓഫീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അതിനു മുന്നിൽ എത്തി നിന്നു. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ തകരാറൊന്നുമില്ല, ഹോംസ് പറഞ്ഞു. ടെലഗ്രാം സ്വീകരിക്കുന്ന കൗണ്ടറിലെത്തി ചെറുപ്പക്കാരിയായ ഉദ്യോഗസ്ഥയോട് തന്റെ ആകർഷകമായ രീതിയിൽ ഹോംസ് പറഞ്ഞു. ബുദ്ധിമുട്ടിക്കുന്നതിൽ ഖേദമുണ്ട്. ഇന്നലെ ഞാൻ അയച്ച ഒരു ടെലഗ്രാമിന്റെ കാര്യത്തിൽ ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇതുവരെ എനിക്കതിനൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. അയക്കുന്ന ആളിന്റെ സ്ഥാനത്ത് എൻ്റെ പേര് ചേർക്കാൻ മറന്നു പോയിട്ടുണ്ടാവും എന്ന് സംശയിക്കുന്നു. അങ്ങനെ സംഭവിച്ചു എന്ന് പറയുവാൻ കഴിയുമോ? ചെറുപ്പക്കാരി ഒരു കെട്ട് ടെലഗ്രാം ഫോറങ്ങൾ എടുത്ത് നിവർത്തി. എത്ര മണിക്ക് അയച്ചത്? അവർ ആരായും. 6 മണിക്ക് ശേഷം. അവർ കടലാസ് കെട്ടിൽ നിന്നും ഒരെണ്ണം വേർപ്പെടുത്തിയെടുത്തു. ആ, അത് തന്നെ സംഗതി. ചുവട്ടിൽ പേര് വെച്ചിട്ടില്ല. കൗണ്ടറിൽ ഞങ്ങളുടെ മുമ്പാകെ അവരത് നിരത്തി വെച്ചു. ആ അതെ, അതാണ് എനിക്ക് മറുപടി കിട്ടാതിരിക്കാനുള്ള കാരണം, ഹോംസ് ആശ്വാസപൂർവ്വം പറഞ്ഞു. ഞങ്ങൾ റോഡിലെത്തിയപ്പോൾ ഹോംസ് ഒരു കുതിരവണ്ടി വിളിച്ചു. കിങ്സ് ക്രോസ് സ്റ്റേഷൻ. വണ്ടിയിൽ കയറിയിട്ട് വണ്ടിക്കാരനോട് പറഞ്ഞു, ക്രേംബ്രൻസിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. എല്ലാ സൂചനകളും ആ ലക്ഷ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് തോന്നുന്നു. ഗ്രേയിൻ റോഡിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ ഹോംസിനോട് ചോദിച്ചു, ഗോഡ്ഫ്രിയുടെ തിരോധാനവും ആ ടെലഗ്രാമുമായി എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ആ ദിശയിൽ കുറെ കൂടി വെളിച്ചം ലഭ്യമാകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് നാം ഇപ്പോൾ ക്രോംബ്രിഡ്ജിലേക്ക് യാത്ര ചെയ്യുന്നത്, ഹോംസ് പറഞ്ഞു. ആ പഴയ യൂണിവേഴ്സിറ്റി നഗരത്തിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും സമയം ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഞങ്ങൾ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടൻ ഒരു ടാക്സി പിടിച്ച് ഡോക്ടർ ലെസ്ലി ആംസ്ട്രോങ്ങിന്റെ വീട്ടിലെത്തി. പട്ടണത്തിന്റെ ഏറ്റവും തിരക്ക് പിടിച്ച ഭാഗത്തുള്ള വലിയൊരു വീടായിരുന്നു അത്. ഞങ്ങൾ അകത്തേക്ക് കടന്നു. മുറിക്കുള്ളിൽ മേശയ്ക്ക് പിന്നിലായി ഡോക്ടർ ആംസ്ട്രോങ് ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തിന്റെ വിസിറ്റിംഗ് കാർഡ് കയ്യിൽ പിടിച്ചുകൊണ്ട് തെല്ല് നീരസത്തോടെ അയാൾ ഞങ്ങളെ വീക്ഷിച്ചു. മിസ്റ്റർ ഷെർലക് ഹോംസ്, നിങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ തൊഴിലിനെക്കുറിച്ചും ഞാൻ ബോധവാനാണ്. ആ തൊഴിലിനോട് എനിക്ക് യാതൊരു മതിപ്പും അംഗീകാരവുമില്ല, അയാൾ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ രാജ്യത്തെ ഓരോ കുറ്റവാളികളോടും യോജിപ്പ് പ്രകടിപ്പിക്കുന്നതാണ്, ഹോംസ് ശാന്തനായി തിരിച്ചടിച്ചു.
തുടർന്ന് അല്പനേരം ഇരുവരും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ടു. ഒടുവിൽ ഹോംസ് ആഗമനോദ്ദേശം വെളിപ്പെടുത്തി. ഗോഡ്ഫ്രിസ്റ്റനെ കുറിച്ച് നിങ്ങളോട് ചോദിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അയാൾ വിശേഷിച്ചെന്താണ്? അയാൾ അപ്രത്യക്ഷനായിരിക്കുന്നു എന്ന വിവരം നിങ്ങൾക്കറിയാം. തീർച്ചയായും. ഇത് പറയുമ്പോൾ ഡോക്ടർക്ക് യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി അയാളുടെ ഹോട്ടൽ മുറിയിൽ നിന്ന് അയാൾ പോയതാണ്. അതിനുശേഷം അയാളെക്കുറിച്ച് യാതൊന്നും കേട്ടിട്ടില്ല. അതിനെന്താ, അയാൾ തിരിച്ചെത്തും. നാളെയാണ് യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മത്സരം. ഇത്തരം ബാലിഷമായ കളികളിലൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല. എന്നാൽ ആ ചെറുപ്പക്കാരൻ എന്നെ ആകർഷിക്കുന്നു. എങ്കിൽ മിസ്റ്റർ മോഡ്ഫ്രിയുടെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ സഹകരിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അയാൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? തീർച്ചയായുമില്ല. ഇന്നലേക്ക് ശേഷം നിങ്ങൾ അയാളെ കണ്ടിട്ടില്ല? ഇല്ല. മിസ്റ്റർ ഗോഡ്ഫ്രി ആരോഗ്യവാനാണോ? തീർച്ചയായും. അയാൾക്ക് എപ്പോഴെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഒരു കഷ്ണം കടലാസ് എടുത്ത് ഹോംസ് ഡോക്ടറുടെ കണ്ണുകൾക്ക് മുന്നിൽ വീശി കാണിച്ചു. ക്രോംബ്രിഡ്ജിലെ ഡോക്ടർ ലെസ്ലി ആംസ്ട്രോങ്ങിനെ ഗോഡ്ഫ്രി നൽകിയ 13 ഗിനിയ ഫീസിന്റെ രസീതാണത്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടാവുമല്ലോ. ഗോഡ്ഫ്രിയുടെ മേശപ്പുറത്ത് നിന്ന് ഞാൻ എടുത്തതാണിത്. ഡോക്ടറുടെ മുഖം ദേഷ്യം കൊണ്ട് തൊടുത്തു. മിസ്റ്റർ ഹോംസ്, നിങ്ങൾക്കൊരു വിശദീകരണം തരാൻ ഞാൻ ബാധ്യസ്ഥനല്ല. ആ രസീത് ഹോംസ് തന്റെ നോട്ട് ബുക്കിനുള്ളിൽ തിരിച്ചു വെച്ചു. മിസ്റ്റർ ഗോഡ്ഫ്രിയിൽ നിന്ന് ഒരു കമ്പി സന്ദേശം ലഭിച്ചോ എന്ന ചോദ്യവും ഡോക്ടറെ പ്രകോപിതനാക്കി. അദ്ദേഹം ഞങ്ങളെ മുറിയിൽ നിന്ന് അക്ഷരാർത്ഥത്തിൽ ആട്ടിയിറക്കി. ഞാൻ ചില ചില്ലറ അന്വേഷണങ്ങൾ നടത്തിവരാമെന്ന് പറഞ്ഞ് അദ്ദേഹം പുറത്തുപോയി. ചില ചില്ലറ അന്വേഷണങ്ങൾ എന്ന് ഹോംസ് പറഞ്ഞെങ്കിലും അത് ഹോംസ് വിചാരിച്ചതിലും വലിയ അന്വേഷണമായിരുന്നു. 9 മണിയോട് കൂടിയാണ് ഹോംസ് തിരിച്ചെത്തിയത്. അദ്ദേഹം വിളറിയും ക്ഷീണിച്ചു കാണപ്പെട്ടു. ഭക്ഷണം അകത്താക്കി പൈപ്പും കത്തിച്ചു കഴിഞ്ഞപ്പോൾ ഹോംസ് ഉന്മേഷം വീണ്ടെടുത്തു. കുതിരവണ്ടിയുടെ ചക്രം ഉരുളുന്ന ശബ്ദം കേട്ട് ഹോംസ് എഴുന്നേറ്റ് ജനലിലൂടെ വെളിയിലേക്ക് ഉറ്റുനോക്കി നിന്നു. ഡോക്ടറുടെ വസതിക്ക് മുമ്പിൽ ഒരു കുതിര വന്നു നിന്നിരുന്നു. 3 മണിക്കൂറിന് ശേഷമാണ് അത് തിരികെ വന്നത്. ഹോംസ് പറഞ്ഞു. അതിനർത്ഥം 10-12 മൈൽ ചുറ്റളവിൽ സഞ്ചരിച്ചിട്ട് വന്നിരിക്കുന്നു എന്നാണല്ലോ. ആംസ്ട്രോങ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർ അല്ലെന്ന് ഓർക്കണം. അയാൾ ഒരു ലെക്ചററും ഉപദേശകനുമാണ്. ചികിത്സ നടത്തുന്നതിൽ അയാൾക്ക് താല്പര്യവുമില്ല. അയാൾ പിന്നെന്തിനാണ് ബുദ്ധിമുട്ട് ഈ യാത്രകൾ ചെയ്യുന്നത്? അതിനെ പിന്തുടരാൻ കഴിഞ്ഞില്ലേ? ഞാനും അതുതന്നെയാണ് അപ്പോൾ ചിന്തിച്ചത്. നമ്മുടെ സത്രത്തിന് സമീപത്തെ സൈക്കിൾ കടയിൽ നിന്ന് ഒരു സൈക്കിൾ ചോദിച്ചു വാങ്ങി. കുതിരവണ്ടി കാഴ്ചയിൽ നിന്നും മറയുന്നതിന് മുമ്പായി അതിനെ പിന്തുടരാൻ ആരംഭിച്ചു. പട്ടണം വിടുന്നതുവരെ ഞങ്ങൾ യാത്ര ചെയ്തു. പട്ടണത്തിന്റെ അതിർത്തി വിട്ട് ഗ്രാമപാതയിൽ എത്തിയപ്പോൾ കുതിരവണ്ടി പെട്ടെന്ന് നിന്നു. ഡോക്ടർ വെളിയിലിറങ്ങി. 100 വാര പിന്നിലായി ഞാനും സൈക്കിളിൽ നിന്നിറങ്ങി. ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് പരിഹസിക്കുന്ന മട്ടിൽ അയാളുടെ കുതിരവണ്ടി എൻ്റെ സൈക്കിളിനെ മുന്നോട്ട് കടത്തിവിടാത്ത രീതിയിൽ വഴി തടഞ്ഞതല്ല പോകുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ സൈക്കിളിൽ കയറി കുതിരവണ്ടി മറികടന്ന് ഓടിച്ചു പോയി. ഏതാനും മൈലുകൾ കൂടി മുന്നോട്ട് യാത്ര ചെയ്തു. എന്നിട്ട് സൗകര്യമായ ഒരു സ്ഥലത്ത് സൈക്കിൾ നിർത്തി. എന്നാൽ എനിക്ക് പിന്നാലെ വന്നുകൊണ്ടിരുന്ന കുതിരവണ്ടി കാണാൻ കഴിഞ്ഞില്ല. ഞാൻ യാത്ര മതിയാക്കി മടങ്ങി. വഴിക്ക് ഞാൻ കുതിരവണ്ടി കണ്ടില്ല. ഇതാ ഇപ്പോൾ അത് തിരിച്ചെത്തിയിരിക്കുന്നു. ഗോഡ്ഫ്രിയുടെ തിരോധാനവും ഡോക്ടറുടെ യാത്രകളും തമ്മിൽ ബന്ധിപ്പിക്കാതിരിക്കാൻ ഞാൻ കാരണമൊന്നും കാണുന്നില്ല. ലണ്ടനിൽ എന്തെങ്കിലും പുതിയ സംഭവവികാസം ഉണ്ടാകുന്നുവെങ്കിൽ നമ്മെ സത്രത്തിന്റെ വിലാസത്തിൽ അറിയിക്കാൻ ഓവർടണിനെ ടെലഗ്രാം കൊടുത്തു. അതേസമയം ഡോക്ടർ ആംസ്ട്രോങ്ങിന്റെ മേൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നമുക്കിരിക്കാം. ഗോഡ്ഫ്രി അയച്ച അടിയന്തര കമ്പി സന്ദേശം ഡോക്ടർ ആംസ്ട്രോങ്ങിനെ ആയിരുന്നുവെന്ന് ടെലഗ്രാം ഓഫീസിലെ ക്ലർക്ക് നമ്മെ കാണിച്ചു തന്നല്ലോ. അതുകൊണ്ട് ഡോക്ടർക്കറിയാം ആ ചെറുപ്പക്കാരൻ എവിടെയാണെന്ന്. അയാൾക്കറിയാമെങ്കിൽ അത് നമുക്ക് അറിയാൻ കഴിയുമാറാകണം. അല്ലെങ്കിൽ അത് നമ്മുടെ കുറ്റമാണ്. ഒരിക്കൽ കൂടി ഹോംസ് ഡോക്ടറുടെ യാത്രകളെക്കുറിച്ച് ഗ്രാമങ്ങളിൽ പോയി അന്വേഷണം നടത്തിയെങ്കിലും എൻ്റെ സുഹൃത്തിനെ നിരാശനാകേണ്ടി വന്നു. പരാജിതനും ക്ഷീണിതനുമായി ഹോംസ് രാത്രി തിരിച്ചെത്തി. ശൂന്യമായ ഒരു ദിവസമായിരുന്നു വാട്സൺ. ഹോംസ് വിശദീകരിച്ചു. ഡോക്ടർ പോയ ദിക്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ഭാഗത്തുള്ള മിക്കവാറും എല്ലാ ഗ്രാമങ്ങളും സന്ദർശിക്കാൻ ഞാൻ പകൽ സമയം ചിലവഴിച്ചു. കുറേ സ്ഥലങ്ങൾ ഞാൻ താണ്ടി. പക്ഷേ എല്ലായിടവും നിരാശാജനകമായിരുന്നു. ഇരട്ടക്കുതിരയെ പൂട്ടിയ വണ്ടിയുടെ നിത്യസന്ദർശനം
തീർച്ചയായും അയാളുടെ ശ്രദ്ധ ആകർഷിക്കേണ്ടതാണ്. പക്ഷേ ഒരു വിവരവും കിട്ടിയില്ല. അതിരിക്കട്ടെ, ടെലഗ്രാം വല്ലതുമുണ്ടോ? ഉവ്, ഇതാ. ഞാനത് പൊട്ടിച്ചു വായിച്ചു. ഇതാണ് ഉള്ളടക്കം. ട്രിനിറ്റി കോളേജിലെ ജെമറി ഡിക്സനോട് പോംബി ആവശ്യപ്പെടുക. ഓ, അത് വളരെ വ്യക്തമാണല്ലോ. നമ്മുടെ സുഹൃത്ത് ഓവർടണിൽ നിന്നാണ് ഈ ടെലഗ്രാം അയച്ചിരിക്കുന്നത്. ഞാൻ ചോദിച്ച ഒരു സംഗതിക്കുള്ള മറുപടിയാണത്. മിസ്റ്റർ ജെമറി ഡിക്സനെ ഞാനൊരു കുറിപ്പ് കൊടുത്തു വിടട്ടെ. ഇപ്രാവശ്യം നമ്മെ ഭാഗ്യം കടാക്ഷിക്കുമെന്നതിൽ എനിക്ക് ഒട്ടും സംശയമില്ല. ആട്ടെ, കളിയുടെ വല്ല വിവരവുമുണ്ടോ? ഉവ്, പ്രാദേശിക സായാഹ്ന പത്രം കളിയുടെ നല്ലൊരു വിവരണം കൊടുത്തിട്ടുണ്ട്. ഓക്സ്ഫോർഡ് 1 ഗോളിന് ജയിച്ചിരിക്കുന്നു. കേംബ്രിഡ്ജിന്റെ തോൽവിയുടെ പ്രധാന കാരണം അവരുടെ ഇന്റർനാഷണൽ കളിക്കാരൻ ഗോഡ്ഫ്രിസ്റ്റൺ നിർഭാഗ്യകരമായ അസാന്നിധ്യം കൊണ്ടാണ്. നമ്മുടെ സുഹൃത്ത് ഓവർടണിന്റെ ആകാംക്ഷ ഇപ്പോൾ ന്യായീകരിക്കപ്പെട്ടിരിക്കുന്നു, ഹോംസ് അഭിപ്രായപ്പെട്ടു. ഏതായാലും വാട്സൺ, പ്രാതൽ കഴിച്ചിട്ട് താഴേക്ക് വരൂ. ഇന്നത്തെ നമ്മുടെ ജോലിയിൽ നമ്മെ സഹായിക്കാൻ വന്നെത്തിയിരിക്കുന്ന പ്രസിദ്ധനായ ഒരു ഡിറ്റക്റ്റീവിനെ ഞാൻ പരിചയപ്പെടുത്തി തരാം. പ്രാതൽ കഴിച്ച് ഞാൻ ഹോംസിനോടൊപ്പം താഴത്തെ നിലയിലേക്ക് പോയി. വെളിയിൽ കുതിരാലയത്തിനടുത്തേക്ക് ഹോംസ് എന്നെ നയിച്ചു. അവിടെ എത്തി ഹോംസ് ഒരു പെട്ടി തുറന്നു. പെട്ടിയിൽ നിന്നും വെളുപ്പും കറുപ്പും നിറം കലർന്ന ഒരു നായ് പുറത്തു ചാടി. പോംബിയെ ഞാൻ പരിചയപ്പെടുത്തി തരട്ടെ, ഹോംസ് പറഞ്ഞു. പ്രാദേശിക നായ്ക്കളുടെ അഭിമാനമാണ് പോംബി. മണം പിടിക്കുന്നതിൽ ഇവൻ അഗ്രഗണ്യനാണ്. ഈ ചങ്ങല നിന്റെ കഴുത്തിൽ അണിയട്ടെ. ശരി, ഇനി നീ പോകൂ. നിനക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് കാട്ടിത്തരൂ. ഹോംസ് പട്ടിയെ ഡോക്ടറുടെ വീടിന്റെ വാതിൽക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പട്ടി ഒരു നിമിഷം അവിടെ മണം പിടിച്ചു നിന്നിട്ട് ഉത്സാഹത്തോടു കൂടി ശബ്ദം പുറപ്പെടുവിച്ചു കൊണ്ടിരുന്നു. വഴിയിലേക്ക് കുതിച്ചു. അരമണിക്കൂറിന് ശേഷം ഞങ്ങൾ ടൗൺ പിന്നിട്ട് ഗ്രാമപാതയിലൂടെ മുന്നോട്ട് കുതിച്ചു. ഡോക്ടർ അന്ന് നേരത്തെ വണ്ടിയിൽ കയറി പോയി കഴിഞ്ഞിരുന്നതിനാൽ പോംബിയുടെ സഹായത്തോടെ ഞങ്ങൾ അയാളെ പിന്തുടരാൻ കഴിയുമെന്ന് ഉറപ്പായി. ഹോംസ്, താങ്കൾ എന്ത് പണിയാണ് പറ്റിച്ചത്? ഞാനാകാം, ക്ഷമയോടെ ചോദിച്ചു. വളരെ നിസ്സാരം, പക്ഷേ വളരെ പ്രയോജനപദം. ഞാൻ ഇന്ന് രാവിലെ ഡോക്ടറുടെ വളപ്പിലേക്ക് കടന്നു ചെന്ന് കുതിരവണ്ടിയുടെ പിൻചക്രത്തിന്മേലേക്ക് ഒരു സിറിഞ്ച് അനീസി സുഗന്ധമുള്ള ഒരു തരം കായ് വാറ്റിയെടുക്കുന്ന ലായനി ചീറ്റിച്ചു. ഒരു പോലീസ് നായിക്ക് അനീസിയുടെ മണം എത്ര ദൂരം വേണമെങ്കിലും പിന്തുടരാൻ സാധിക്കും. പ്രധാന നിരത്ത് വിട്ട് പുല്ലുകൾ ഇടതൂർന്ന് വളർന്നു നിൽക്കുന്ന ഒരു ഇടവഴിയിലേക്ക് നായി ഞങ്ങളെ നയിച്ചു. ഇതുവഴി അരമയിൽ കൂടി മുന്നോട്ട് പോയപ്പോൾ ഈ ഇടവഴി മറ്റൊരു വിസ്താരമേറിയ നിരത്തിലേക്ക് പ്രവേശിച്ചു. ഈ വിസ്താരമേറിയ നിരത്തിലൂടെ നായി ഞങ്ങളെ ടൗണിന്റെ ഭാഗത്തേക്ക് നയിച്ചു. അല്പം കൂടി മുന്നോട്ട് സഞ്ചരിച്ചതിനു ശേഷം നായി ഞങ്ങളെ വീണ്ടും എതിർദിശയിലേക്ക് നയിച്ചു. പെട്ടെന്ന് കുതിരവണ്ടി എതിർദിശയിൽ നിന്ന് പാഞ്ഞു വരുന്നത് കണ്ടു. ഞങ്ങൾ പോംബിയെയും പിടിച്ചുകൊണ്ട് ഒരു പുരയിടത്തിലേക്ക് ഓടി മറഞ്ഞു കയറി. കുതിരവണ്ടി പോയതിനു ശേഷം യാത്ര പുനരാരംഭിച്ചു. ആ പറമ്പിലിരിക്കുന്ന ചെറിയ കെട്ടിടത്തിലേക്കാണല്ലോ പോംബി പോകുന്നത്, ഹോംസ് പറഞ്ഞു. ഞങ്ങൾ യാത്രയുടെ അന്ത്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ആ വീടിന്റെ ഗേറ്റിലെത്തിയ പോംബി ആവേശത്തോടെ മൂളുകയും ചീറ്റുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗേറ്റിനടുത്ത് കുതിരവണ്ടിയുടെ ചക്രങ്ങളുടെ പാടുകൾ അപ്പോഴും കാണാനുണ്ടായിരുന്നു. വിജനമായ കെട്ടിടത്തിലേക്ക് ഒരു നടപ്പാത നീണ്ടുകിടന്നിരുന്നു. ഹോംസ് നായയെ വേലിക്കൽ ബന്ധിച്ചു. ഞങ്ങൾ കെട്ടിടത്തിനടുത്തേക്ക് വേഗം നീങ്ങി. അകത്തുനിന്ന് വേദനയും സങ്കടവും നിറഞ്ഞ ശോകപൂർണമായ ഒരു അമർത്തിയ തേങ്ങൽ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞു. എന്തു ചെയ്യണമെന്നറിയാതെ ഹോംസ് ഒരു നിമിഷം ശങ്കിച്ചു നിന്നു. പെട്ടെന്ന് ഹോംസ് പിന്നിലേക്ക് മുഖം തിരിച്ച് ഞങ്ങൾ വന്ന വഴിയിലേക്ക് നോക്കി. അതിലൂടെ ഒരു കുതിരവണ്ടി വരുന്നുണ്ടായിരുന്നു. കർത്താവേ, ഡോക്ടർ തിരിച്ചു വരികയാണ്, ഹോംസ് ധൃതിയിൽ പറഞ്ഞു. അയാൾ വന്നെത്തുന്നതിന് മുമ്പ് ഇതിനുള്ളിൽ എന്താണെന്ന് നമുക്ക് കണ്ടേ തീരൂ. ഇത് പറഞ്ഞുകൊണ്ട് ഹോംസ് കതക് തുറന്നു. ഞങ്ങൾ ഹാളിലേക്ക് കടന്നു. നേരത്തെ കേട്ടുന്ന ശബ്ദം ആരുടെയോ ഹൃദയം തകർന്ന തേങ്ങലാണെന്ന് മനസ്സിലായി. മുകളിലത്തെ നിലയിൽ നിന്നായിരുന്നു അത് കേട്ടിരുന്നത്. ഹോംസ് മുകളിലേക്ക് കുതിച്ചു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. മുമ്പിൽ കണ്ട കാഴ്ച ഞങ്ങളെ തളർത്തി. അതീവ സുന്ദരിയും യൗവനയുക്തമായ ഒരു പെൺകുട്ടി ഒരു കട്ടിന്മേൽ മരിച്ചു കിടന്നിരുന്നു. അവളുടെ ശാന്തമായ വിളറിയ മുഖത്തെ കണ്ണുകൾ തുറന്ന് മുകളിലേക്ക് നോക്കിയിരിക്കുന്നു. കട്ടിന്റെ കാൽക്കൽ കഥനഭാരത്താൽ ഒരു യുവാവ് തേങ്ങി തേങ്ങി കരയുന്നുണ്ടായിരുന്നു. ഹോംസ് അയാളുടെ ചുമലിൽ കൈവച്ചപ്പോഴാണ്
അയാൾ തല ഉയർത്തി നോക്കിയത്. നിങ്ങളാണോ മിസ്റ്റർ ഗോഡ്ഫ്രി സ്റ്റാൻഡൺ? ഹോംസ് ചോദിച്ചു. അതെ, പക്ഷേ നിങ്ങൾ വളരെ വൈകിപ്പോയി. അവൾ മരിച്ചു. പെൺകുട്ടിയെ ചികിത്സിക്കാനായി എത്തിയ ഡോക്ടർമാരാണ് ഞങ്ങളെന്ന് അയാൾ ധരിച്ചിട്ടുണ്ടായിരിക്കണം. ആശ്വാസസൂചകമായ ഏതാനും വാക്കുകൾ പറയാനും അതോടൊപ്പം അയാളുടെ തിരോധാനം മൂലം സുഹൃത്തുക്കൾക്കുണ്ടായ പരിഭ്രാന്തിയെക്കുറിച്ച് വിശദീകരിക്കാൻ ഹോംസ് ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് പടിയേറി വരുന്ന പാതിന് ശബ്ദം നമ്മൾ കേട്ടത്. വാതിൽക്കലേക്ക് നോക്കി ഞങ്ങൾ കണ്ടത് ചോദ്യഭാവത്തിൽ ദുർമുഖം കാട്ടി നിൽക്കുന്ന ഡോക്ടർ ആംസ്ട്രോങ്ങിനെയാണ്. ഡോക്ടർ ആംസ്ട്രോങ്, ക്ഷമിക്കുക. നാം രണ്ടുപേരും ഒരേ കാര്യത്തിനായി പ്രവർത്തിക്കുകയായിരുന്നെങ്കിലും പരസ്പരം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു, ഹോംസ് പറഞ്ഞു. താങ്കൾ ദയവായി താഴേക്ക് വരികയാണെങ്കിൽ നമുക്കിരുവർക്കും ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കാം. ഞങ്ങളെല്ലാവരും താഴത്തെ മുറിയിലെത്തി. ശരി, പറയൂ ഡോക്ടർ. ലോർഡ് മൗണ്ട് ജെയിംസ് എന്നെ ഈ ജോലി ഏൽപ്പിച്ചിട്ടില്ലെന്നും ഈ കാര്യത്തിൽ ഞാൻ അയാളുടെ ഭാഗത്തല്ലെന്നും താങ്കൾ ആദ്യമായി മനസ്സിലാക്കുക. ഈ മനുഷ്യനെ കാണാതാകുമ്പോൾ അയാൾക്ക് എന്ത് സംഭവിച്ചുവെന്ന് അന്വേഷിച്ച് കണ്ടെത്തുക എൻ്റെ ചുമതലയാണ്. അത് കണ്ടെത്തി കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് അവസാനിക്കുന്നു. കുറ്റകരമായ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലെങ്കിൽ ആ വിഷയത്തിന് അനാവശ്യമായ പ്രചരണം കൊടുക്കാതെ അത് ഒതുക്കി തീർക്കുവാനാണ് ഞാൻ ശ്രമിക്കാറ്. ഞാൻ കരുതുന്ന പോലെ ഈ സംഗതിയിൽ നിയമലംഘനമൊന്നും ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ ഈ കാര്യങ്ങൾ പത്രങ്ങളിൽ വരാതെ സൂക്ഷിക്കുന്ന കാര്യങ്ങൾ താങ്കൾക്ക് എൻ്റെ സഹായം പ്രതീക്ഷിക്കാം. ഇത് കേട്ട് ഡോക്ടർ ആംസ്ട്രോങ് ധൃതിയിൽ എണീറ്റ് ഹോംസിന്റെ കൈ പിടിച്ച് കുലുക്കി. താങ്കൾ നല്ലവനാണ്. ഞാൻ താങ്കളെ തെറ്റിദ്ധരിച്ചു. പാവം ഗോഡ്ഫ്രിയെ ഈ അവസ്ഥയിൽ ഇവിടെ തനിച്ചാക്കിയിട്ട് പോയതിൽ മനസാക്ഷിക്കുത്ത് തോന്നിയതിനാലാണ് ഞാനിപ്പോൾ മടങ്ങി വന്നത്. താങ്കൾക്ക് വിവരങ്ങൾ ചിലത് അറിയാമല്ലോ. 1 വർഷം മുമ്പ് ഗോഡ്ഫ്രി ലണ്ടനിൽ താമസിച്ചിരുന്നു. ആ താമസത്തിനിടയിൽ അയാൾ തൻ്റെ വീട്ടുടമസ്ഥയുടെ മകളുമായി പ്രേമത്തിലാവുകയും ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. അവളുടെ സൗന്ദര്യം പോലെ തന്നെ അവൾ നല്ലവളുമായിരുന്നു, ബുദ്ധിമതിയുമായിരുന്നു. പക്ഷെ ഗോഡ്ഫ്രി ഈ ലുപ്തനായ കിഴവന്റെ അനന്തരാവകാശിയുമാണ്. ഈ വിവാഹ വാർത്ത പുറത്തായാൽ കിഴവന്റെ സ്വത്തിന്റെ ഒറ്റ പൈസ ഗോഡ്ഫ്രിക്ക് ലഭിക്കില്ല. ഗോഡ്ഫ്രിയുടെ പല നല്ല സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും ഞാൻ അയാളെ സ്നേഹിച്ചിരുന്നു. അതിനാൽ വിവാഹകാര്യം പുറത്തറിയാതിരിക്കാൻ ഞങ്ങൾ ആവുന്നത്ര പണിപ്പെട്ടിരുന്നു. ഈ ഏകാന്തമായ വീടും ഗോഡ്ഫ്രിയുടെ വിവേകപൂർണമായ പെരുമാറ്റവും വാർത്ത പുറത്താവാതെ സഹായിച്ചു. കാര്യങ്ങൾ നന്നായി നീങ്ങുമ്പോഴാണ് ഗോഡ്ഫ്രിയുടെ ഭാര്യയ്ക്ക് മാരകമായ രോഗം പിടിപെട്ടത്. വൈറസ് രോഗത്തിന്റെ ഏറ്റവും മാരകമായ ഒന്നാണ് അവർക്ക് പിടിപെട്ടത്. പാവം ഗോഡ്ഫ്രി ദുഃഖം കൊണ്ട് അരക്കിറുക്കനായി. അയാൾക്ക് ലണ്ടനിലേക്ക് പോകേണ്ടി വന്നു. അയാൾക്ക് ഉത്സാഹവും ആശ്വാസവും പകരാനായി ഞാൻ ഒരു ടെലഗ്രാം അയച്ചിരുന്നു. അതിന് മറുപടിയായി കഴിയുന്നതെല്ലാം ചെയ്യാൻ അപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു സന്ദേശം അയാൾ എനിക്ക് അയച്ചു. ഈ മറുപടി സന്ദേശമാണ് താങ്കൾ ഏത് വിധേനയോ കണ്ടത്. യുവതിയുടെ രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് ഞാൻ അയാളെ അറിയിച്ചില്ല. പക്ഷെ പെൺകുട്ടിയുടെ പിതാവിനെ ഞാൻ സത്യാവസ്ഥ അറിയിച്ചിരുന്നു. അയാളോട് ആ വിവരം ഗോഡ്ഫ്രി അറിയിച്ചു. അയാൾ പരിഭ്രമിച്ച് ഓടിക്കിതച്ച് ഇങ്ങെത്തിച്ചേർന്നു. അവളിന്ന് മരിക്കുന്നതുവരെ കട്ടിലിൽ കാൽക്കൽ മുട്ടുകുത്തിയിരുന്നു. മിസ്റ്റർ ഹോംസ്, ഇതാണ് വസ്തുത. താങ്കളെയും താങ്കളുടെ സുഹൃത്തിനെയും എനിക്ക് പൂർണ്ണമായി വിശ്വസിക്കാമെന്ന് ഞാൻ കരുതുന്നു, ഡോക്ടർ ആംസ്ട്രോങ് പറഞ്ഞു നിർത്തി. ഹോംസ് ഡോക്ടറുടെ കൈ കടന്നു പിടിച്ച് സ്നേഹപൂർവ്വം അമർത്തി. പിന്നെ ദുരന്തം നടന്ന വീട്ടിൽ നിന്ന് ഞങ്ങൾ യാത്ര പറഞ്ഞിറങ്ങി. തുടരും.